ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് നടക്കും. 10:30 പോലീസ് ആസ്ഥാനത്താണ് യോഗം. ക്രമസമാധാനം, ലഹരി വിരുദ്ധ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. SP-മാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാകും യോഗത്തിൽ പങ്കെടുക്കുക. ക്രമസമാധാന നിലയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. ശേഷം ആഭ്യന്തരമന്ത്രി പോലീസ് നയം പ്രഖ്യാപിക്കും. ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഹേമചന്ദ്രനും പങ്കെടുക്കും. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി എത്തുന്നത്. സാരംഗ്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ ഉന്നതതല യോഗമാണ്. വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്തായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാകുമ്പോഴേക്കും എന്തൊക്കെ അഴിച്ചുപണികൾ, മാറ്റങ്ങൾ പ്രതീക്ഷിക്കും? ഹരി, ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും അതായത് സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്കടക്കം എത്തരത്തിലാണ്, അതുമാത്രമല്ല ഈ ലഹരി ഉപയോഗം തുടങ്ങിയ വലിയ വിഷയങ്ങളടക്കം ഈ ചർച്ചയിൽ അജണ്ടയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഉള്ള യോഗമാണ് ഇന്ന് 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. SP മുതൽ ഉയർന്ന റാങ്കിലുള്ള എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും പോലീസ് നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് അഴിച്ചുപണികൾ, അതായത് 10 വർഷത്തോളം തുടർന്ന ഇടത് സർക്കാരിൻ്റെ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്കായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള പോലീസ് തലപ്പത്തും മറ്റും ഉള്ള കാര്യങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് പോലീസ് നയവും ഒപ്പം ക്രമസമാധാന നിലയുടെ ഒരു കാര്യം കൂടി ആഭ്യന്തരമന്ത്രി ഈ ഒരു ചർച്ചയിൽ വിഷയമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യം എങ്ങനെയാണ് നമുക്കറിയാം. കുറച്ച് മുൻപ് വരെ ലഹരിയുടെ ഉപയോഗം വളരെ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതടക്കം ക്രമസമാധാന നിലയെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിരുന്നു സംസ്ഥാനത്ത്. അതുമാത്രമല്ല ഒപ്പം സംസ്ഥാനത്തേക്കുള്ള ലഹരിയുടെ ഒഴുക്കും തടയുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നടക്കം ഈ യോഗം വിലയിരുത്തുകയും ചെയ്യും. അതിനൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള മറ്റ് കാര്യങ്ങളും ഈ ചർച്ചയിൽ അജണ്ടയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യ യോഗമാണ് UDF സർക്കാർ അധികാരമേറ്റ് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആദ്യ യോഗവുമാണ്. ഇതിൽ സുപ്രധാനമായും പോലീസ് നയവുമായി ബന്ധപ്പെട്ട്, അതായത് മുന്നോട്ടുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ എങ്ങനെയായിരിക്കും പോലീസിന്റെ കാര്യങ്ങൾ. മാത്രമല്ല രമേശ് ചെന്നിത്തല നമുക്കറിയാം മുൻപ് ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അത്തരത്തിലുള്ളൊരു പ്രവർത്തന മികവ് അദ്ദേഹം ഇതിനു മുൻപും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തിനായാലും അതിന്റെ തുടർച്ച, അത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും പോലീസിലും പോലീസ് തലപ്പത്തും പോലീസിന്റെ പല രീതികളിലും മാറ്റമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നേരത്തെ തന്നെ നിർദ്ദേശം വന്നിരുന്നു. അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന രീതിയിൽ നിന്ന് മാറ്റി ഇൻസ്പെക്ടർ, അതായത് പോലീസ് ഇൻസ്പെക്ടർ എന്ന രീതിയിലേക്ക് ഒരു പുനർക്രമീകരണം പഴയ രീതിയിലേക്ക് മാറ്റാനുള്ളൊരു നിർദ്ദേശം വരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതടക്കം ഈ ഒരു യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തിനായാലും മറ്റുള്ള മാറ്റങ്ങൾ, അതായത് ഈ പോലീസ് തലപ്പത്ത് എന്തൊക്കെ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഹരി, എന്തായാലും 3ാം തവണയാണ് രമേശ് ചെന്നിത്തല മന്ത്രിയാകുന്നത്. അതിൽ 2ാം വട്ടമാണ് ആഭ്യന്തരമന്ത്രിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ഇന്നത്തെ യോഗത്തിൽ എന്തായിരിക്കും നിർണായക തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതും ലഹരി മാഫിയ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ മുഖം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.